ഭാഷാപ്രേമികളുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. കന്നഡ മലയാളം ബൃഹത് നിഘണ്ടു പുറത്തിറങ്ങി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച നിഘണ്ടു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പ്രൗഢമായ പരിപാടിയിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കന്നഡ ഭാഷയ്ക്കും മലയാള ഭാഷയ്ക്കും ഒരുപോലെ അമൂല്യമായ മുതൽക്കൂട്ടായാണ് കന്നഡ മലയാളം നിഘണ്ടു പുറത്തിറങ്ങിയത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനു വേണ്ടി മുൻ വാണിജ്യ വകുപ്പ് ജീവനക്കാരനും മുൻ കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമായ ഉദവ സ്വദേശി BT ജയറാമാണ് സമഗ്രമായ ഈ നിഘണ്ടു തയ്യാറാക്കിയത്. 3.5 കിലോയോളം ഭാരമുള്ള നിഘണ്ടുവിൽ 3.5 ലക്ഷത്തോളം അക്ഷരങ്ങളുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രൗഢമായ പരിപാടിയിൽ വെച്ച് കർണാടക തുളു അക്കാദമി പ്രസിഡന്റ് താരാനാഥ് ഗട്ടി കാപ്പിക്കാട് നിഘണ്ടു പ്രകാശനം ചെയ്തു. മുൻ മന്ത്രിയും കാഞ്ഞങ്ങാട് MLA-യുമായ E. ചന്ദ്രശേഖരൻ ಆದ್ಯಪ್ರತಿ ಏಟುವಾಂಗಿ ಮಲಯಾಳ ಡಿಕ್ಷನರಿಯನ್ನು, ತುಳು ಡಿಕ್ಷನರಿಯನ್ನು, ಕೊಂಕಣಿ ಡಿಕ್ಷನರಿಯನ್ನು, ಕನ್ನಡ ಡಿಕ್ಷನರಿಯನ್ನು ಎಲ್ಲ ಮಂಗಳೂರು ಕೇಂದ್ರೀಕೃತವಾಗಿ ಇಂಪ್ರೂವ್ ಮಾಡ್ತಾರೆ. ಗುಂಡಾಡಿ 20 ವರ್ಷ ಇಲ್ಲಿ ಓಡಾಡ್ತಾರೆ. ಕೆಟ್ಟೇರಿ ಸುಮಾರು 20 ವರ್ಷ ಕರ್ನಾಟಕದಾದ್ಯಂತ ಓಡಾಡ್ತಾರೆ. ಮೆನ್ನರ್ ಸುಮಾರು 20 ವರ್ಷ ಓಡಾಡಿ ಶಬ್ದಗಳನ್ನೆಲ್ಲ ಮಾಡ್ತಾರೆ. ಅವರು ಆವತ್ತು ಮಾಡಿಕೊಟ್ಟ ಕೊಡುಗೆಯ ಫಲವಾಗಿ ನಮಗೆ ನಮ್ಮ ಭಾಷೆಯ ಮೇಲೆ ಅಭಿಮಾನ, ಪ್ರೀತಿ, ಅದರ ಮೇಲೆ ಬರೀಲಿಕ್ಕೆ, ಓದಲಿಕ್ಕೆ ನಮಗೆ ಸಾಧ್ಯ ಆಯಿತು. അതിന്റെ അകത്തുള്ള കനപ്പെട്ട അവസ്ഥയല്ല എന്റെ കൈക്ക് താങ്ങാൻ കഴിയുന്നത് വരും. 3.5 കിലോ ആണ്. സത്യമായി 1626 പേജ്. ഇതൊക്കെ തയ്യാറാക്കാൻ ഇത്ര വലിയ ശ്രമങ്ങൾ ദീർഘമായ കാലം എടുത്തെങ്കിലും നമ്മുടെ നാടിന് ഇതൊരു വലിയ മുതൽക്കൂട്ടാണ്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, ഇത് എന്താ പറയാ, ഒരിക്കലും ചെലവഴിച്ച് തീരാത്ത കരുതൽ ധനം പോലെ ഒരു വലിയ മുതൽക്കൂട്ടായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കും. ചടങ്ങിൽ കാസർഗോഡ് MLA N. നെല്ലിക്കുന്ന് അധ്യക്ഷനായി. ഇവിടെ ഈ പുസ്തകം ചെലവാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പറ്റുമെങ്കിൽ MLA-മാർക്ക് പുസ്തകമൊക്കെ വാങ്ങാം, അവരുടെ ഫണ്ട് ഉപയോഗിച്ച്. അപ്പോൾ എന്റെ മണ്ഡലത്തിൽ പറ്റുമെങ്കിൽ ഇതൊരു കൺസിഡറേഷനായി മാത്രം നിങ്ങൾ എടുത്താൽ മതി. വാഗ്ദാനമായി എടുക്കരുത്. അതായത് 100% അത് വാഗ്ദാനമായി മാറ്റാൻ ഞാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തും. പറ്റുമെങ്കിൽ എന്റെ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ഒരു നിബന്ധം MLA-യുടെ ഫണ്ട് ഉപയോഗിച്ച് നൽകാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്ന് കൂടി അറിയിച്ചുകൊണ്ട് എഴുത്തുകാരിയും വിവർത്തകയുമായ ഡോക്ടർ മീനാക്ഷി രാമചന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു നിഘണ്ടു നിർമ്മിക്കൽ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു വലിയ കാര്യത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത നമ്മുടെ BT ജയറാം അവർ ഇതിന് ചെയ്യാൻ വലിയ തപസ്സന്നെ ചെയ്തിട്ടുണ്ട്. 5-6 വർഷത്തെ തപസ്സിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും വിവർത്തകനുമായ KV കുമാരൻ എന്നിവർ സംസാരിച്ചു. നിഘണ്ടു രചയിതാവ് BT ജയറാം മറുമൊഴി പറഞ്ഞു. ഡയറക്ടർ ഡോക്ടർ M. സത്യൻ ആമുഖ ഭാഷണം നടത്തിയ പരിപാടിയിൽ റിസർച്ച് ഓഫീസർമാരായ KR സരിതകുമാരി സ്വാഗതവും M. റാഫി നന്ദിയും പറഞ്ഞു. 1650 പേജുകളുള്ള ഈ ബൃഹത് നിഘണ്ടുവിൽ കന്നഡ ഭാഷയിലെ മുഴുവൻ വാക്കുകളുടെയും മൊഴിമാറ്റമുണ്ട്. മാത്രമല്ല, ഓരോ പദത്തിന്റെയും നാനാർത്ഥങ്ങൾ മലയാളികൾക്കായി പൊതുവിലും കാസർഗോട്ടുകാർക്കായി നാട്ടുഭാഷയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 വർഷത്തെ പ്രയത്നത്തിലൂടെയാണ് കന്നഡ ഭാഷയ്ക്ക് മലയാള ഭാഷാ പദവിന്യാസം എളുപ്പമാക്കാനുള്ള ഈ റഫറൻസ് ഗ്രന്ഥം BT ജയറാം തയ്യാറാക്കിയത്. 1800 രൂപയാണ് നിഘണ്ടുവിന്റെ വില. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.